ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, ഹാർട്ട് കൈമാറ്റം ചെയ്യൽ ആരെയാണ് നമുക്ക് നമ്മുടെ ഹാർട്ടായിട്ട് തോന്നിയിരിക്കുന്നത് അവർക്ക് നമ്മുടെ ഒരു ഹാർട്ട് എടുത്തിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക, അതാണ് ടാസ്ക് ആയിരുന്നത്. ഇതിൽ ലാലേട്ടൻ കരഞ്ഞു. കാരണം ആദില അനുമോൾക്കാണ് ഹാർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അനുമോള് അവിടെ നിന്നിട്ട് കരയുന്നുണ്ട്. ആദില പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. എൻ്റെ പാർട്ട്ണർ നൂറയാണ് എങ്കിലും എൻ്റെ ഹൃദയം ഞാൻ കൈമാറാറുള്ളത് ഇവൾക്കാണ്. ഇവളടുത്ത് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. ഇവളെൻ്റെ അത്രയും വലിയ ഫ്രണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അനു കരയുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും തെറ്റിയല്ലോ. അപ്പോൾ അതാലോചിച്ചിട്ട് അവൻ കരയുന്നത്. അപ്പോൾ അനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അനുമോൾ കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് സന്തോഷം കൊണ്ട് ലാലേട്ട എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, എനിക്കും കരച്ചിൽ വരുന്നു, ഇത് കണ്ടിട്ട് എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. ആ രംഗം സൂപ്പറാണ്. അപ്പോൾ ഷാനവാസ് അനീഷിനെയാണ് പറയുന്നത്, ഈ ഹാർട്ട് കൊണ്ടു കൊടുക്കുന്നത് അനീഷിനാണ് പറയുന്നുണ്ട്. ഇയാളെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇയാളുടെ അടുത്ത് നീങ്ങേണ്ട രീതി, ഹാൻഡിൽ ചെയ്യുന്ന രീതി വേറെയാണ്. ഇത് രസകരമായിട്ട് ഞാൻ ഏറ്റെടുത്തത്. ഇരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ എന്നെ അടുത്തിരുത്തി തുടങ്ങി. ഹൃദയം കല്ലാണെന്ന് പറഞ്ഞ ആൾ ആ ഹൃദയത്തിൽ കയറി ഞാൻ കല്ലുടച്ച് ലവ് യു എന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. വീട്ടിലേക്ക് വരണമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. പിന്നെ എന്നെ ഏറ്റവും അധികം കെയർ ചെയ്തത് നമ്മുടെ അനീഷ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ലാലേട്ടൻ അപ്പോൾ അവരത് രസകരമായി കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നൂറ അനുമോളെയാണ് സെലക്ട് ചെയ്യുന്നത്. അത് തന്നെ സിസ്റ്ററായി കണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. അക്ബർ നിവിനെയാണ് ജെനുവിനായിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നത്, കള്ളനാണ് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തും എന്നൊക്കെ പറഞ്ഞ് അതേ ക്യാരക്ടർ തന്നെയാണ് അയാൾ പെരുമാറുന്നത്. അല്ലാതെ പറഞ്ഞ വാക്ക് വേറെയും പെരുമാറുന്ന രീതി വേറെയും അല്ല എന്ന് പറയുന്നുണ്ട്. സോറി പറയും എല്ലാ കാര്യത്തിനും. പിന്നെ ഒരു കൂട്ടാൻ പറ്റുന്നൊരു ഹൃദയം തന്നെയാണ് എന്ന് അക്ബർ നെവിൻ ഹാർട്ട് കൊടുക്കുന്നത് അക്ബറിനാണ്. കാരണം വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, സപ്പോർട്ട് ചെയ്യുന്ന പേഴ്സൺ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഉമ്മയെ മടിയിൽ തലവെച്ച് കരയണമെന്നൊക്കെ അക്ബർ പറയാറുണ്ട്. അഷറിനെ മടിയിൽ കിടന്ന് കരയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മടിയിൽ കിടന്ന് കരഞ്ഞോളൂ എന്ന് നെവിൻ പറഞ്ഞു എന്ന് പറഞ്ഞത്. സാബു ഷാനവാസിനെയാണ് ഒരു വലിയേട്ടനെ പോലെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞു. അനുമോൾ ആദിലെ തന്നെ തിരഞ്ഞെടുക്കുന്നു. എത്ര തെറ്റ് കണ്ടാലും എത്ര വഴക്കിട്ടാലും ചൂണ്ടിക്കാണിക്കുമെന്ന് അനുമോൾ പറയുന്നുണ്ട്. അനീഷ് ഷാനവാസിനെയാണ് തിരഞ്ഞെടുത്തത്. അതും രസകരമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അനീഷ് പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? എൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഷാനവാസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഷാനവാസിൻ്റെ. ജീവിതകാലം മുഴുവൻ എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് പറയുന്നുണ്ട്. എന്നെ ഇതേപോലെ ആക്കിയെടുത്തത് ഷാനവാസാണ്. എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് ഷാനവാസ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് നന്നായി പുകഴ്ത്തുന്നുണ്ട്.